കേരള പോലീസിന്റെ ആപ്തവാക്യം തന്നെ മൃദുവായ പെരുമാറ്റം, ദൃഢമായ പ്രവർത്തനം എന്നർത്ഥമാക്കുന്ന മൃദുഭാവേ ദൃഢകൃത്യേ എന്ന സംസ്കൃത വാക്യമാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങൾ പലരുടെയും അനുഭവം ഗുണ്ടാഭാവേ ദൃഢകൃത്യേ എന്നാണ്. ഈ സാഹചര്യത്തിലാണ് പോലീസ് അതിക്രമങ്ങൾക്കെതിരെ എങ്ങനെ പരാതിപ്പെടാം എന്നത് സംബന്ധിച്ച് കോഡ് പരിശോധിക്കുന്നത്. പോലീസിനെതിരെ പരാതി നൽകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സംവിധാനത്തെ ബന്ധപ്പെടാവുന്നതാണ്. ഇതിനായി ടോൾ ഫ്രീ നമ്പറായ 1076 ഉപയോഗിക്കുകയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പരാതി സമർപ്പിക്കുകയോ ചെയ്യാം. കൂടാതെ മേലുദ്യോഗസ്ഥരായ DYSP, SP, കമ്മീഷണർ, DGP എന്നിവർക്കും പരാതി നൽകാവുന്നതാണ്. രജിസ്റ്റേർഡ് പോസ്റ്റിൽ പരാതി അയക്കണം. കേരള പോലീസ് പോർട്ടലായ തുണ വഴിയും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. എന്നാൽ പോലീസ് സംവിധാനത്തിനെതിരെ സർക്കാരിൽ പരാതി നൽകിയാൽ എന്ത് പ്രയോജനം? പിന്നെ മറ്റെന്താണ് മാർഗമെന്ന് നോക്കാം. ഏത് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴും പോലീസിൻ്റെ അതിക്രമവും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതികളായാലും പരാതിക്കാരായാലും ഹറാസ്മെൻറ്റ് ചെയ്യപ്പെടുക എന്ന പരാതി വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയായി അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട ചില ഗൈഡ് ലൈൻസ് 1996 DK ബസു വിത്ത് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിനകത്ത് സുപ്രീം കോടതി കൃത്യമായ ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലും പ്രദർശിപ്പിക്കാറുമുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിനെയൊക്കെ കാറ്റിൽ പടത്തിക്കൊണ്ട് പ്രതികൾ അതിക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡനത്തിന് ഇരയാവാറുണ്ട്. പലപ്പോഴും പ്രതികൾ മാത്രമല്ല, പരാതിക്കാരന് പോലും പീഡനമേൽക്കുന്ന സാഹചര്യവും പരാതികളും നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഒരാൾ പോലീസിൽ ഹറാസ്മെൻറ്റിന് വിധേയനായി കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ നീതിയാണ് പിന്നീട് ചെയ്യാൻ പറ്റുന്നത്, അതിന് പരിഹാരം എന്താണ്? ഏറ്റവും പ്രധാനമായി നമ്മുടെ നാട്ടിലുള്ളത് പോലീസ് കൺട്രോൾ അതോറിറ്റിക്ക് മുന്നിൽ പരാതി കൊടുക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് എപ്പോഴും നീതി കിട്ടുമെന്ന് സാധ്യതയില്ല. ഒന്ന്, വർഷങ്ങളോളം അതിൻ്റെ പുറകിൽ ഈ പരാതിക്കാരൻ തന്നെ നടക്കേണ്ടി വരികയും ഏറ്റവും അവസാനമാകുമ്പോൾ ഈ പരാതി കൊടുക്കുന്നത് തന്നെ മടുത്ത് ഇതിനകത്ത് പിന്മാറുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. രണ്ടാമതായി ഇവർക്ക് കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. കുറച്ചും കൂടെ നീതി ലഭിക്കാൻ എളുപ്പം കുറച്ചുകൂടെ പ്രയാസമാണെങ്കിൽ പോലും കോടതിയിൽ നിന്നാണ് പലപ്പോഴും നീതി കിട്ടുക. ലോക്കപ്പ് മർദ്ദനമാണെങ്കിൽ ഇരയായ വ്യക്തി നിർബന്ധമായും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാക്കുകയും ചെയ്യണം. തെളിവുകൾ അവശേഷിപ്പിച്ചാൽ മാത്രമേ കോടതികൾക്കും നീതി നൽകാനാവൂ. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിനോട് നേരിട്ട് പരാതിപ്പെടാവുന്നതാണ്. റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ജയിൽ സൂപ്രണ്ടിന് കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് പരാതി എഴുതി നൽകാം. ഡോക്ടറുടെ സഹായവും ആവശ്യപ്പെടാം. അതോടൊപ്പം പോലീസിന്റെ അഴിമതിയെക്കുറിച്ചുള്ള പരാതികളുണ്ടായാൽ വിജിലൻസ്, ലോകായുക്ത എന്നീ സംവിധാനങ്ങളെ അറിയിക്കുകയും ചെയ്യാം.